എല്ലാവർക്കും നമസ്കാരം. വീടിൻ്റെ പൂജാമുറി അഥവാ പ്രാർത്ഥനാമുറി ഏത് ദിക്കിലായിരിക്കണം, ഏത് വിങ്ങിലായിരിക്കണം എന്ന് നമുക്ക് നോക്കാം. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക് ഈ 3 വിങ്ങിലും പൂജാമുറി അഥവാ പ്രാർത്ഥനാമുറി ആവാം. തെക്ക് ഭാഗത്ത് തെക്കേ വിങ്ങിൽ പാടില്ല. തെക്ക് പടിഞ്ഞാറേ മൂലയിലാവാം. തെക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറേ വിങ്ങായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പ്രാർത്ഥനാമുറി ആവാം. ഈ പ്രാർത്ഥനാമുറിയിൽ ദേവതാ ചിത്രങ്ങൾ കിഴക്കോട്ട് അഭിമുഖമായിട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് അഭിമുഖമായിട്ട് വേണം വയ്ക്കാൻ. അതിൻ്റെ കാരണം ഗൃഹത്തിൻ്റെ മധ്യസൂത്രം ദേവതകളുടെ ദൃഷ്ടിയിൽ പതിയണം. മധ്യസൂത്രം കടന്ന് ദേവതകളുടെ ദൃഷ്ടി പോകണം എന്നതാണ് വാസ്തുശാസ്ത്രം വിധിക്കുന്നത്. പ്രാർത്ഥനാമുറിയോട് ചേർന്ന് താഴെയോ മുകളിലോ വശങ്ങളിലോ ടോയ്ലറ്റ്സ് വരാൻ പാടില്ല. പിന്നെ പ്രാർത്ഥനാമുറി സ്ഥലത്തിൻ്റെ പരിമിതി കാരണം പലരും സ്റ്റെയർ കേസിനടിയിൽ സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ സ്റ്റെയർ കേസ്, അതായത് പടികളുടെ താഴെ പ്രാർത്ഥനാമുറി പാടില്ല. പക്ഷേ ഇനി പടികൾ കുറച്ച് കയറിയിട്ട് പിന്നെ ഒരു ലാൻഡിങ് ഫ്ലാറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ ആ ലാൻഡിങ്ങിന് താഴെ പ്രാർത്ഥനാമുറി ആവാം. പ്രാർത്ഥനാമുറിയിൽ വിളക്ക് വെച്ച് ദീപം തെളിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പ്രാർത്ഥനാമുറിയിൽ രാവിലെയും സന്ധ്യയ്ക്കും ദീപം തെളിക്കാം. രാവിലെ തെളിക്കുമ്പോൾ കിഴക്കോട്ട് വേണം തിരിയിടാൻ. സന്ധ്യയ്ക്കാണെങ്കിൽ ഒരു തിരി കിഴക്കോട്ടും ഒരു തിരി പടിഞ്ഞാറേക്കും. ഇനി മറ്റൊരു ഓൾട്ടർനേറ്റീവായിട്ട് നാരായണ വിളക്കെന്ന് പറയും. അത് ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ നടുക്ക് ആണ് തിരിയിടുന്ന ഭാഗം. അത് കിഴക്ക് പടിഞ്ഞാറെന്നുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. രാവിലെ ആയാലും സന്ധ്യയ്ക്കായാലും ആ തിരി നാരായണ വിളക്ക് നമുക്ക് കത്തിക്കാം. അത് വിളക്കിൻ്റെ ദീപത്തിൻ്റെ ദിശ അത് പ്രോബ്ലം ഇല്ല. ഇനി അഥവാ നമ്മൾ വലിയ വിളക്കാണ് കത്തിക്കുന്നെങ്കിൽ 3 തിരി ഇല്ലെങ്കിൽ 5 തിരി. 3 തിരിയാണെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാറേക്കും വടക്കോട്ടും. ഇനി 5 തിരിയാണെങ്കിൽ 4 ദിക്കിലേക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, പിന്നെ ഈശാന ദിക്ക്, അതായത് വടക്ക് കിഴക്ക്. അങ്ങനെ 5 തിരിയുള്ള വിളക്കും നമുക്ക് ദീപം തെളിക്കാം. ദേവതാ ചിത്രങ്ങൾ നമ്മൾ പ്രാർത്ഥനാമുറിയിൽ ക്രമീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രൗദ്രഭാവമുള്ള മൂർത്തികളുടെ ചിത്രങ്ങൾ ഒഴിവാക്കുക. താങ്ക് യു.